ഞാൻ അറിഞ്ഞ പറയാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറ്റുന്ന ദേഷ്യം പിടിച്ചിട്ടോ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ റൂമില് വരുത്ത് കുറവാണ്. കാരണം ഡ്രൈവറിലാണ് കാര്യങ്ങളൊന്നും കേൾക്കണ്ട. കാരണം കൊറേ എന്റെ കൂടെ പഠിച്ച കൊറേ ആൾക്ക് ജോലി ഇല്ലാത്തതാണ്. ചിലയാളെ മറ്റേ ഈ രാത്രി ഇറങ്ങുന്നതാണ്. ഗ്രോസറി കൂട്ടിട്ട് പിന്നെ കത്തിയിലെ കൂട്ടിട്ട് രാത്രി ഉണ്ടാകുന്നതാണ്. ഇവരെപ്പോഴും രാത്രിയാണ് ഞാൻ ചെലവഴിക്കല്. കാരണം പിന്നെ എന്റെ ഡ്യൂട്ടി വിളിച്ചേക്കാണ്. അപ്പൊ ഡ്യൂട്ടിനെ ചിലപ്പോ നേരെ കാണാമില്ല, അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടുതൽ റൂമിൽ വരാനും ടൈം കിട്ടലില്ല. പിന്നെ ഇവരെപ്പോഴും ആണെങ്കിൽ ആയിപ്പോവും. പിന്നെ എപ്പോഴും അങ്ങനെ ആയി ഒരു ഫ്ലോയിൽ അങ്ങനെ തന്നെ ആയിപ്പോയി. പിന്നെ ഡെയിലി ഒരു മറ്റേ ടൈം ടേബിൾ മാതിരി ഡ്യൂട്ടി അവിടെ പോയി വന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉച്ചക്ക് എണീച്ച് ആദ്യം അങ്ങനെ ആ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ പിന്നെ റൂമിലെ കാര്യം എന്ന് വെച്ചാല് എല്ലാവരുമായിട്ട് കൂടുതൽ അടുക്കാത്ത ടൈം കിട്ടിയിട്ടില്ല. ഇപ്പൊ ആണ് ശരിക്കും അതിന്റെ വിഷമം അറിയുന്നത്. പോകുന്ന 2-3 ദിവസം മുന്നേ ആണ് ശരിക്കും അതിന്റെ വിഷമം അറിയുന്നത്. ആ ടൈം ആകുമ്പോ തിരക്കുമായി പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ കുറച്ച് സാധനം വായിക്കാനുണ്ടായി. പിന്നെ വേറെ അടുത്ത് പിന്നെ കൂടുതൽ ഇങ്ങനെ ചിലപ്പോ ചങ്ങനെ രാത്രിയായ പിന്നെ ആരെയും വീട്ടില് പിന്നെ വീട്ടില് ചില ടൈം ആളുണ്ടായില്ല. അപ്പൊ എന്റെ വീട്ടിൽ പോയിട്ടിരിക്കും. വേറെ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ കിടക്കില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വരുത്ത് കുറവാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോ എല്ലാവരും ഉറങ്ങും. ആകെ ഞാൻ മധുവിനെ കാണും. മധുവായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. കാരണം മധുവിന്റെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് മധു ഇറങ്ങി എണീക്കുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ സുഖവിവര അറിഞ്ഞ് സംസാരിക്കും. പിന്നെ കൂടുതലായിട്ട് ബന്ധപ്പെട്ടത് ഒന്ന് രമേശ് അണ്ണൻ, ഒന്ന് ഷഫീഖ്, പിന്നെ ഒന്ന് വിവേക് ഇപ്പൊ ആയിട്ട് കുറച്ചായി. പിന്നെ നൗഷാദ്, പിന്നെ ഷേജു ഉണ്ടായി. നമ്മള് രാത്രി ഞാൻ വന്നതിന് ആദ്യം